2025 ഡാമലൈസ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി നമുക്കൊരുക്കി വെച്ചിട്ടുള്ള ഒരുപാട് ടൂറിൽ ഒന്നാണ് മലേഷ്യ ടൂർ. മലേഷ്യ ടൂർ അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് മലേഷ്യയിൽ പോകുന്നതിന് മുമ്പ് മലേഷ്യ ഒന്ന് കണ്ടാലോ? കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയായിരിക്കും നമ്മുടെ 5 ദിവസം മലേഷ്യ ടൂർ എന്ന് പറയുന്നത്. പ്രിയ ഫ്രണ്ട്സ്, 5 ഡേയ്സ് മലേഷ്യ നമുക്ക് ഫ്രീ ആയിട്ടാണ് കമ്പനി തന്നിട്ടുള്ളത്. ഇനിയും അവസരമുണ്ട് ട്ടാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മലേഷ്യയിലെ നമ്മുടെ ദിവസങ്ങൾ എന്നുള്ളത്. 5 ദിവസം ഫ്രീ ടൂറാണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ചെല്ലെത്തുന്നത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. അതിന് മുമ്പായിട്ട് കമ്പനി ഒരു അടിപൊളി ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതും തികച്ചും ഫ്രീ ആയിട്ട്. എയർപോർട്ടിന് അടുത്തെത്തിയാൽ ഹോട്ടലുകളിൽ ഭക്ഷണത്തിന്റെ ബില്ല് പ്രതീക്ഷിച്ചിട്ട് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന മലയാളികൾക്ക് ഇത് വലിയൊരു അനുഭവമായിരിക്കും. എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഫോറ ഇന്റർനാഷണൽ ഹോട്ടലിൽ നമുക്ക് ഇഷ്ടമുള്ളത്ര ഫുഡ് വാരിയടിച്ച് കഴിക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനുള്ളിൽ കയറുകയും ചെക്ക് ഇൻ ചെയ്യുകയും നമ്മൾ 4.5 മണിക്കൂർ ഫ്ലൈറ്റിൽ അടിച്ച് പൊളിച്ചിട്ട് യാത്ര ചെയ്യും. ഇപ്പോൾ തന്നെ ഏകദേശം 70-നടുത്ത ആളുകളായി, ഇനി ഒരു 20 പേർക്കും കൂടി ചാൻസ് ഉണ്ട്. 4 മണിക്കൂർ ഫ്ലൈറ്റിൽ അടിച്ച് പൊളിച്ച് യാത്ര കഴിഞ്ഞ ശേഷം നേരെ ഇറങ്ങുന്നത് കോലാലംപൂർ എയർപോർട്ടിലാണ്. കോലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ അവർ സ്വാഗതം ചെയ്യും. വേണമെങ്കിൽ 2 മലേഷ്യ വാക്ക് പറഞ്ഞുതരാം. അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത് വെൽക്കം ടു മലേഷ്യ എന്നായിരിക്കില്ല. അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത് സലാമത്ത് ദത്താങ്കി മലേഷ്യ എന്നായിരിക്കും. നമ്മൾ തിരിച്ചെന്ത് കൊടുക്കണം? മോഹൻലാലിനെ മോമക്കോയ അറബി പഠിപ്പിച്ചതുപോലെ നമ്മൾ തിരിച്ച് തെരിമാ കാസി എന്ന് പറഞ്ഞേക്കുക. തെരിമാ കാസി എന്ന് പറഞ്ഞാൽ താങ്ക് യു. കിട്ടിയില്ലേ? ഇങ്ങനെയുള്ള ചില വേർഡ്സുകൾ കൂടി എന്ത് ചെയ്യുക, കണ്ടുപിടിച്ചേക്കുക. അതിനുശേഷം നമ്മൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് അടിപൊളി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ നാടിനെ അതോടുകൂടി മറക്കും. പിന്നെ നമ്മളൊരു ടൂറായിട്ട് തുടങ്ങുകയാണ്. നേരെ നമ്മൾ പുത്രാജയയിലേക്കാണ് പോകുന്നത്. മലേഷ്യയിലെ നമ്പർ 1 സിറ്റിയിൽ ഒന്നാണ് പുത്രാജയ. അവിടെ നമ്മൾ തേൻഹുവ ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിൾ, ചൈനീസുകാരുടെ ടെമ്പിൾ നമ്മൾ കയറും, അത് കാണും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഹോട്ടൽ അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടാവും. ചെക്ക് ഇൻ ടൈം 3 മണിയാണ്. 3 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇന്റർനാഷണൽ ഹോട്ടലിൽ നമുക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഫ്രീ ആയതുകൊണ്ട് എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതോടുകൂടി നമ്മളുടെ പാപ്പരാത്തം അവിടെ എന്ത് ചെയ്യും? നിൽക്കും. അവിടെ നേരെ നമ്മൾ പോകുന്നത് ബുക്കിറ്റ് ബിന്താങ്ങിലേക്കാണ്. ബുക്കിറ്റ് ബിന്താങ്ങിലേക്ക് നമ്മൾ ഫ്രഷപ്പ് ആയി അല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബുക്കിറ്റ് ബിന്താങ്ങിൽ പോയിട്ട് അവിടെയാണ് നമ്മുടെ ടിൻ ടവർ കിടക്കുന്നത്. എങ്ങനെ ഫോട്ടോ എടുത്താലും പുറകിൽ 2 ടവർ ഉണ്ടാവും. ഓക്കെ, അതിന്റെ 41ാമത്തെ നിലയിലാണ് കയറി കഴിഞ്ഞാൽ മലേഷ്യ നമുക്ക് കംപ്ലീറ്റ് കാണാം. ഒറ്റ നിപ്പിൽ മലേഷ്യ കംപ്ലീറ്റ് കാണാൻ പറ്റുന്ന ടവറാണ് ടിൻ ടവർ എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ഒരു ദിവസം അവിടെ കൈയാണ്. ഓക്കെ, ടിൻ ടവർ നമ്മൾ തിരിഞ്ഞും കളഞ്ഞും മറിച്ചും ഫോട്ടോ എടുത്തിട്ട് അതൊന്ന് സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് കാണുന്നതോട് കൂടിയിട്ട് നാട്ടുകാർ പിന്നെ 5 ദിവസം നമ്മൾ ഓർക്കുകയും അതോടുകൂടി നമ്മൾ നമ്മുടെ നാട്ടുകാരെയും വീട്ടുകാരൊക്കെ ഒന്ന് മറക്കും. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് അടിച്ച് പൊളിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ചെല്ലുന്നത് നല്ലൊരു സ്ട്രീറ്റിലേക്കാണ്, ഫുഡ് സ്ട്രീറ്റ് ആണ്. നമ്മളിവിടെ കണ്ടിട്ടുള്ള പല സാധനത്തിനെയും അവർ പല രൂപത്തിലൊക്കെ ആക്കിയിട്ടുണ്ടാവും. ചിക്കനൊക്കെ നമ്മളെ ചെറിയ ചെറിയ ഒരു കോലിലേക്ക് കോർത്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്ത് ടേസ്റ്റ് ആണെന്നറിയോ? സ്പോട്ടിൽ ഉണ്ടാക്കി തരിക. നമുക്ക് തരുന്ന ഫ്രൂട്ടൊക്കെ വേറൊരു രൂപത്തിൽ അവർ അത്യാവശ്യം വേറൊരു കളർഫുൾ ആയിട്ട് ജ്യൂസ് ആക്കിയിട്ടും മറ്റൊക്കെ എന്തുണ്ടാവും, ഐസ് ടീയും മറ്റേതും മറിച്ച് ഇന്ന് വരെ കാണാത്ത രൂപത്തിലേക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പലതിനെയും, മട്ടനാവട്ടെ ഫിഷ് ആവട്ടെ, എല്ലാത്തിനെയും അവർ മാറ്റി മറിച്ചിട്ട് വേറൊരു ടേസ്റ്റിൽ, മലേഷ്യൻ ടേസ്റ്റിൽ ഇങ്ങോട്ട് തരും. സ്പൈസിക്ക് സ്പൈസി, അതുപോലെ തന്നെ സ്വീറ്റിന് സ്വീറ്റ്, എല്ലാം ഇതുണ്ട്. മധുരത്തിന് മധുരം, ഉപ്പിന് ഉപ്പ്, പുളിക്ക് പുളി, എല്ലാം അടങ്ങിയിട്ട് നമ്മൾ പറയുന്ന ഫ്ലേവറിൽ പൊരിച്ച് കരിച്ച് മറിച്ച് തരും ഡിഫറൻസ്. അങ്ങനെ ടിൻ ടവർ എന്ന് കണ്ടതിന് ശേഷം ടിൻ ടവറിലുള്ള ഓർമ്മകളുമായിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകും. ഇതോടുകൂടി നമ്മുടെ 1ാമത്തെ ദിവസം അവസാനിക്കുകയാണ്. നേരെ നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോകും. അവിടെ അടിപൊളി കിങ് സൈസ് ബെഡ്, സ്വിമ്മിംഗ് പൂള് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ദിവസം ഉറങ്ങാത്ത രാജ്യത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഫുൾ ലൈറ്റ് ആൻഡ് വൈബിൽ കിടക്കുന്ന രാജ്യമാണ് മലേഷ്യ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ 2ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ട, പെട്ടെന്ന് ഫ്രഷപ്പ് ആവണേ. 2ാമത്തെ ദിവസം അതിനുള്ള ഡ്രസ്സൊക്കെ തലേന്നൊക്കെ എടുത്ത് വെച്ചോളൂ. 2ാമത്തെ ദിവസമാണ് മലേഷ്യയുടെ നമ്പർ 1 ഡേയ്സ്. 5 ദിവസത്തിലെ കിങ് സൈസ് ആണ് സെക്കൻഡ് ഡേ. 2ാമത്തെ ദിവസം നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് അറിയാം നിങ്ങൾക്ക്? 2ാമത്തെ ദിവസം നമ്മൾ പോകുന്നത് ജെൻഡിങ് ഹൈലാൻഡ് ആൻഡ് ബത്തു കേവിലാണ്. നമുക്കറിയാം, ബത്തു കേവിലൊക്കെ അവിടെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ചുറ്റിലും ചെറിയ ചെറിയ ടെമ്പിൾസ് കാണാൻ പറ്റും. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അതിന്റെ വലത് ഭാഗത്ത് മുരുകനെ സ്വർണ്ണം പൂശി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മുരുകനൊക്കെ ഒന്ന് നമ്മൾ കണ്ട്, മുരുകന്റെ ചുറ്റിലും കുറെ പ്രാവുകൾ ഉണ്ടാവും. അവർക്ക് നമ്മൾ ഭക്ഷണമൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ട് അറമാതിച്ചിട്ട് നമ്മൾ ആ സ്റ്റെപ്പുകൾ അങ്ങോട്ട് കയറും. സ്റ്റെപ്പുകൾ അങ്ങോട്ട് കയറി അങ്ങനെ അറ്റത്തെത്തിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ഗുഹ പോലെ ഭയങ്കര ഫീൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മളൊന്ന് റാസ്റ്റൊക്കെ ഒന്ന് എടുത്ത് അപ്പൊ നമ്മളുടെ മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തി ഉണ്ട്. ഓം ശാന്തി ഓം. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ പോകുന്നത് പിന്നെ ജെൻഡിങ് ഹൈലാൻഡിലേക്കാണ്. ജെൻഡിങ് ഹൈലാൻഡില് കാറിൽ യാത്ര ചെയ്ത് നമ്മൾ പിന്നെ കേബിൾ കാറിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചുറ്റും ഗ്ലാസ് ഇട്ടിട്ടുള്ള കാറിൽ നമ്മൾ എന്ത് ചെയ്യും? കേബിൾ കാർ യാത്രയ്ക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഡിയർ ഫ്രണ്ട്സ്. ഒരു വട്ടം കയറിയാൽ ഒരു 3 തവണ കൂടി കയറാൻ തോന്നും. അതും കൂടി തകർത്താടിയതിനു ശേഷം നമ്മൾ വീണ്ടും പോകുന്നത് സ്കൈ അവന്യൂലേക്കാണ്. മറ്റൊരു ലോകം അവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഓക്കെ, ഒരു മിനി ബിഗ് പാർക്ക് എന്നൊക്കെ പറയാം. കൂടെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു സ്കൈ അവന്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്ത് കൂടെ ഒരു യാത്രയാണ് കംപ്ലീറ്റ്. ഓക്കെ, അങ്ങനെ തണൽ യാത്രയൊക്കെ നടത്തി നമ്മൾ നേരെ വീണ്ടും നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. 2ാമത്തെ ദിവസം അതിമനോഹരമാണെങ്കിൽ 3ാമത്തെ ദിവസം മനോഹരം. എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KL സിറ്റി ടൂറാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, 421 അടി ഉയരമുള്ള ഒരു ടവറും
അങ്ങനെ തുടങ്ങിയിട്ട് മ്യൂസിയത്തിന് നാഷണൽ മ്യൂസിയം, അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പാർക്ക്, അതുപോലെ തന്നെ അക്വേറിയം, പല മനുഷ്യനെ തിന്നുന്ന മീൻ വരെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ട് ലോകത്ത് ഇത്രയും മീനുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒരു കടൽ യാത്ര കഴിഞ്ഞൊരു ഫീൽ ആയിരിക്കും, മനസ്സിലായ? ഓക്കെ, അതും എത്ര മണിക്കൂർ? 8 മണിക്കൂറാണ് മൂന്നാമത്തെ ദിവസം. കംപ്ലീറ്റ് KL സിറ്റി നമ്മൾ കംപ്ലീറ്റ് അങ്ങോട്ട് കവർ ചെയ്യും. ഒരു രക്ഷയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. രാവിലെ മുതൽ നമ്മൾ KL സിറ്റി കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ KL സിറ്റിയിലാണ് നമ്മൾ 8 മണിക്കൂർ അങ്ങോട്ട് അറമതിക്കാണ്. അൺലിമിറ്റഡ് വൈബ് ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, എന്തെല്ലാം കാണാനുണ്ടെന്ന് അറിയോ? ഇന്ന് വരെ നമ്മുടെ കണ്ണിന് കിട്ടാത്തത്ര കാഴ്ച, ഇന്ന് വരെ നമ്മുടെ മനസ്സിന് കിട്ടാൻ പറ്റാത്തത്ര കാഴ്ച. പ്രായം അങ്ങോട്ട് കുറയും. ഇപ്പൊ ദൈവം നമുക്ക് കൂടി വന്ന 78 എന്താണ് തരുന്നത്? വയസ്സാണ് പലർക്കും കൊടുക്കുന്നത്. മധ്യവയസ്കനൊക്കെ ചോദിച്ചാൽ പണ്ട് 50 ഇന്ന് അത് 38 മാറി. 78 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ എത്ര ദിവസം ഉള്ളത്? 78 365 വേറെ 28,470 ദിവസം അല്ലെ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് ആകെ തന്നിരിക്കുന്നത് 28,470 ദിവസം. അതിൽ കുടുംബം, വീട്, പഠനം, മക്കളെ ചെലവ്, അത് ഇത്, EMI, ലോണ്, കല്യാണം, വീട്ടുകൂടല്, ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിലെ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇതിന്റെ ഇടയിലെ കൂടെ ഒക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഉറക്കവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ കിട്ടുന്നത് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു എല്ലാ കാര്യത്തിനും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 78 × 4 നമുക്ക് ആകെ കിട്ടുന്ന ഒരു 20 വർഷം. ഈ 20 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ദിവസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം? ആകെ ഉള്ളത് ഒരു 7300 ദിവസം. അവിടെ ജോലിയെല്ലാം മറന്ന് എല്ലാം മറന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും മറന്നിട്ട് ഒരു 5 ദിവസം നമ്മൾ അങ്ങോട്ട് അടിച്ച് പൊളിക്കാൻ അങ്ങോട്ട് തീരുമാനിക്കുന്നത്. ലൈഫിന് പുതിയൊരു ലൈഫ് നിങ്ങൾ കൊടുക്കുന്നത്. ഒരൊറ്റ ലൈഫല്ലേ ഉള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ടുള്ള കമ്പനി തരുന്നത്. ലക്ഷങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം? പടച്ചൻ ഉണ്ടാക്കി വെച്ച ലോകം കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാവുക. അങ്ങനെ KL സിറ്റി നമ്മൾ കംപ്ലീറ്റ് അങ്ങോട്ട് കവർ ചെയ്യും. മ്യൂസിയം ഒക്കെ കണ്ട് കണ്ണ് നിറയെ നമ്മൾ എന്ത് ചെയ്യും? അറമതിക്കും. ഓക്കെ, കാണുന്നില്ലേ നിങ്ങൾ ഈ ലോകത്തെ? കാണണ്ടേ നിങ്ങൾക്ക് ഈ ലോകത്തെ? എങ്കിൽ വായോ. ചിത്രശലഭങ്ങൾ, പൂമ്പാറ്റ പറക്കുന്നത് കാണാൻ എന്ത് രസമാണ്. അപ്പൊ ലോകത്തുള്ള മൊത്തം പൂമ്പാറ്റകളെയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാൽ എന്തായിരിക്കും? പണ്ടാരോ പറഞ്ഞതുപോലെ പൂമ്പാറ്റയ്ക്ക് പുറകെ ഓടാതെ നീ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക, പൂമ്പാറ്റകൾ നിന്നെ തേടി വരും. യെസ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് അങ്ങനെ 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 നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ് ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ 3ാമത്തെ ദിവസം തീർന്നു. നേരെ ഷോപ്പിങ്ങിന് പോകും. അതാണ് ഷോപ്പിംഗ് സെന്റർ ആണ് 5ാമത്തെ ദിവസം എന്ന് പറയുന്നത്. ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. മലയാളികൾക്ക് ഭാഷ അറിയില്ലെങ്കിലും അറിയുന്ന ഒരു കാര്യമാണ് വില പേശി സാധനം മേടിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. 100 രൂപയുടെ സാധനം 10 വിരൽ കാണിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചെടുക്കും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് അവിടെ ചെയ്തിട്ട് നമുക്ക് വേണ്ടതെല്ലാം വീട്ടുകാർക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും വേണ്ടതൊക്കെ മേടിച്ച് നമ്മൾ എന്ത് ചെയ്യും? കൃത്യം നമ്മുടെ എയർപോർട്ടിലേക്ക് എത്തും. എയർപോർട്ടിൽ നിന്ന് നമ്മൾ മലേഷ്യയോട് യാത്ര പറയുന്നു. സങ്കടം കിട്ടാ, പക്ഷെ വീണ്ടും പോകാലോ. കാരണം എന്താണ്? 12 ലക്ഷം രൂപ മാസ വരുമാനം, 1 കോടി രൂപ വരെ പെൻഷൻ മേടിക്കാം. വേണമെങ്കിൽ മലേഷ്യയിൽ സ്വന്തമായിട്ട് ഒരു കോണ്ടോമിനിയം ഒക്കെ വാങ്ങിച്ചേക്കാന്നായി. പണം വരാനുണ്ടല്ലോ ദാസാ. ഓക്കെ, പിന്നെന്ത് പേടിക്കാനാ? ഓക്കെ, അപ്പോൾ മലേഷ്യയോട് തൽക്കാലം യാത്ര പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്ലൈറ്റിൽ കയറുന്നു. ഫ്ലൈറ്റിൽ കയറി കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ നാട്ടിന്റെ സ്മെല്ല് നമുക്ക് വീണ്ടും കിട്ടുന്നു. നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ സ്വർഗരാജ്യമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ നമ്മൾ എത്തുന്നു. പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കുന്നു. പിന്നെ നാട്ടുകാരുടെ കണ്ണിൽ നമ്മൾ ആരാ? പിന്നെ നാട്ടുകാരോട് നമ്മൾ മലേഷ്യയിലെ വിശേഷങ്ങൾ പറയുമ്പോൾ, മലേഷ്യയിൽ 2 വർഷം MBA കഴിഞ്ഞ ഞാൻ മലേഷ്യയിലെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ അവർ തന്നിട്ടുള്ള ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് നിങ്ങൾക്കും കേൾക്കാം. എന്താണ് ആ കമന്റ്? ഓൻ്റെ ഒരു മലേഷ്യ. ഓക്കെ, നാട്ടുകാർക്ക് പറയാനല്ലേ പറ്റുള്ളൂ. നമുക്കത് ആസ്വദിക്കാനും ഓക്കെ, ഒരു കൂട്ടർ കാണാനും മറ്റൊരു കൂട്ടർ അതിനെ കണ്ടറിയാനും. അപ്പോൾ ഇതുപോലൊരു നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മലേഷ്യയോട് കൂടി ഡാമലൈസ്ഡ് ടൂർ അവസാനിക്കുന്നില്ല കേട്ടോ. ലോകരാജ്യം മൊത്തം ഡാമലൈസ്ഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാം. ഒരുപാട് പണം സമ്പാദിക്കാം. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പണം സമ്പാദിച്ചു കൊടുക്കാം. നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം വേണോ അതെല്ലാം ഇവിടുന്ന് നിങ്ങൾക്ക് ആവശ്യാനുസരണം വാങ്ങിച്ചെടുക്കാം. അപ്പോൾ 5 ദിവസത്തെ മലേഷ്യ ടൂർ വിൻ ചെയ്തവർ റെഡി ആയി നിന്നോളൂ. അതുപോലെ തന്നെ താല്പര്യമുള്ളവർ വിൻ ചെയ്തവരോട് ചോദിക്കുമോ എങ്ങനെ മലേഷ്യയിലേക്ക് പറക്കാം. എല്ലാവർക്കും 1000 വിജയാശംസകൾ നേർന്നുകൊണ്ട് കൂടെ കമ്പനിയുടെ റോയൽറ്റി അച്ചീവർ ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.